നമ്പർ 1, സ്റ്റിയറിംഗിൻ്റെ നിയന്ത്രണം. നമ്മുടെ ഇന്ത്യൻ നിയമമനുസരിച്ച് ഒരു വണ്ടി ഓടിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു വാഹനം റോഡിൻ്റെ ഇടത് ചേർന്ന് വേഗത റോഡിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രിച്ച് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് റെസ്പെക്റ്റ് നൽകിയാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഡ്രൈവറാണ്, ഒരു എക്സ്പേർട്ട് ഡ്രൈവറാണ്. നമ്പർ 2, വാഹനത്തിൻ്റെ വേഗത. നിങ്ങൾ ഓടിക്കുന്ന ഒരു വണ്ടിയുടെ വേഗത റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണവും വണ്ടിയുടെ ഭാരവും മനസ്സിലാക്കി വാഹനത്തിൻ്റെ വേഗത നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ഡ്രൈവറാണ്. നമ്പർ 3, ഗിയർ ഷിഫ്റ്റിംഗ്. റോഡിൻ്റെ അവസ്ഥ, വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം, വാഹനത്തിൻ്റെ വേഗത എന്നീ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ടൈമിങ്ങിൽ കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ഡ്രൈവറാണ്. നമ്പർ 4, ക്ലച്ചിൻ്റെ നിയന്ത്രണം. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വണ്ടിയുടെ ക്ലച്ച് കേടുപാടുകൾ കൂടാതെ കുറേയധികം കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കയറ്റത്ത്, ഇറക്കത്ത്, നിരപ്പത്ത് വണ്ടി ക്ലച്ച് ഇരപ്പിക്കാതെ മുന്നോട്ടെടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ഡ്രൈവറാണ്. നമ്പർ 5, ബുദ്ധിമാനായ ഡ്രൈവർ. മുന്നിലും പിന്നിലും വരുന്ന വാഹനങ്ങളെ മനസ്സിലാക്കി യാത്രക്കാരെ മനസ്സിലാക്കി ചെറിയ റോഡുകളിലും വലിയ റോഡുകളിലും വളവിലും തിരിവിലും എല്ലാം ബുദ്ധിപരമായി ചിന്തിച്ച് ഒരു വാഹനത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുദ്ധിമാനായ എക്സ്പേർട്ട് ഡ്രൈവറാണ്. നമ്പർ 6, ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എതിരെ വരുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവറുമായി നേരിട്ട് സംസാരിക്കാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു. ആ കൃത്യമായ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് വാഹനങ്ങൾ അപകടമില്ലാതെ ഓടിക്കുവാൻ കഴിയുന്നത്. ഈ കമ്മ്യൂണിക്കേഷന് മാറ്റം വരുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനത്തെ മനസ്സിലാക്കി ഓടിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ഡ്രൈവറാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.